മീഡിയാസിലേക്ക് സ്വാഗതം. 2024 നാളെ അവസാനിക്കുകയാണ്. അയാളെ വെല്ലാൻ ഈ 365 ദിവസവും വേറെ ആരും പിറവിയെടുത്തില്ല. വരുമെന്ന് നമ്മൾ കാത്തിരുന്നു. ഓരോരുത്തർ വരുമ്പോഴും ഇയാൾക്ക് മുകളിൽ കയറുമെന്നുള്ള പ്രതീക്ഷയോടെ. പക്ഷേ നടന്നില്ല. എല്ലാ വർഷത്തെയും പോലെ അയാളുടെ മുന്നിൽ സിനിമ തന്നെ അടിയറവ് പറയുന്ന കാര്യം, അതാണ് മമ്മൂട്ടി. ഭ്രമയുഗം എന്ന സിനിമയിലെ കൊടുമൺ പോറ്റിയെ വെല്ലാൻ ആരും വന്നില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ ഒരു വലിയ ടാർഗറ്റിലേക്ക് എത്താൻ ഇനി ഒരു ദിവസമാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. നിങ്ങളേവരും ഒന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് തരണം, ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ഭ്രമയുഗം എന്ന സിനിമ ഇറങ്ങി ഒരു വർഷം പിന്നിടുമ്പോൾ മമ്മൂട്ടി എന്ന നടനെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് മുകളിൽ പെർഫോം ചെയ്യാൻ ഒരു നടനെയും നമ്മൾ കണ്ടില്ല എന്നുള്ളത് തന്നെ പറയാം. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും 220 മുകളിലുള്ള സിനിമകളാണ് ഈ 2024 മലയാളക്കരയിൽ ഇറങ്ങിയത്. എന്നിട്ട് പോലും ഒരാളെയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിലും നമ്മൾ അറിയപ്പെടുന്ന ലാംഗ്വേജുകളിലെല്ലാം തന്നെ ഒരുപാട് സിനിമകൾ, ആയിരക്കണക്കിന് സിനിമകൾ ഇറങ്ങി. എന്നിട്ടും അയാളെ വെല്ലാൻ കഴിയുന്ന ലെവലിലുള്ള ഒരു സിനിമയും നമ്മൾ കണ്ടില്ല. കൊടുമൺ പോറ്റിയെ വെല്ലാൻ ഇന്ത്യയിൽ ഈ വർഷം ഇറങ്ങിയിരിക്കുന്നതിൽ ഒരു പടവും അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ ഒരാളുമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ കൊടുമൺ പോറ്റി മുന്നോട്ട് കുതിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ മമ്മൂട്ടി എന്ന നടൻ ഒരു താരമായും അതേപോലെ തന്നെ അഭിനേതാവായും അങ്ങനെ കുതിച്ചു പായുകയാണ്. തൻ്റെ സമകാലികരും തന്നെക്കാളും താഴ്ന്ന് അല്ലെങ്കിൽ തന്നെക്കാളും പുതിയതായി വന്നവരും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അയാൾ മാത്രം വ്യത്യസ്തനായി നിൽക്കുന്നു. അത്ര വലിയ മിടുക്കനായ ആക്ടറൊന്നും ആയിരുന്നില്ല മമ്മൂട്ടി, ഇൻബോൺ ടാലൻ്റ് ഉള്ള വ്യക്തിയുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സിനിമ തന്നെയായിരുന്നു. അത് ഈ ഒരു 73-ാം വയസ്സിലും അദ്ദേഹം കൊണ്ടു നടക്കുന്നു. പലരും ഇതിനിടയിൽ പ്രഭമങ്ങുന്നു. ഇൻബോൺ ടാലൻ്റ് ഉള്ളവർ, ഇതിലും സ്കില്ലുള്ളവർ, ഇതിലും വലിയ പ്രൊഡക്ഷൻ കമ്പനിയുമായി മാസ് എലിമെൻ്റ് ഉള്ളവർ, അതിനും മുകളിൽ ബ്രാൻഡ് ആയി നിൽക്കുന്നവർ, ഇന്ത്യ മുഴുവൻ ബ്രാൻഡായി നിൽക്കുന്ന താരം, ഇവർക്കാർക്കും മമ്മൂട്ടിയോളം വളരാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കൊക്കെ ഒരു വളർച്ചയുണ്ടായിരുന്നു. മമ്മൂട്ടി വരുമ്പോൾ മമ്മൂട്ടിയേക്കാൾ മികച്ചു നിന്നിരുന്നവരായിരുന്നു അവരെല്ലാം. പക്ഷേ മമ്മൂട്ടി വളർന്നപ്പോൾ ഒപ്പം വളരാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം മമ്മൂട്ടിക്ക് അഭിനയത്തോടുള്ള ആ ഒരു തൃഷ്ണ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഭ്രമയുഗം എന്ന സിനിമയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം, ഇമാതിരി ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ വേറെ ആരുമില്ല എന്ന് തന്നെ പറയാം. അത് അദ്ദേഹം പ്രൂവ് ചെയ്ത ഈ ഒരു സിനിമ വരുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ മമ്മൂട്ടി ചെയ്യുമോ എന്നോ ചിന്തിച്ചവരുണ്ടാവാം. പക്ഷേ ഒരുപാട് വ്യത്യസ്ത റോളുകൾ മമ്മൂട്ടി എടുക്കുന്നു. അതിൽ ഈ ഒരു സിനിമയും ഏറെ വ്യത്യസ്തമാകുന്നു. 2 സിനിമകളാണ് മമ്മൂട്ടിയുടേതായി 2024 വന്നത്. ഒന്ന് ഭ്രമയുഗം, മറ്റൊന്ന് ടർബോ. രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ്. ഒന്ന് മാസ് എലിമെൻ്റ് ആണെങ്കിൽ ഇതൊന്ന് വേറെ ഒരു തലത്തിൽ നിൽക്കുന്ന, ഏതൊരു നടൻ്റെയും ഏതൊരു അഭിനയം മോഹിക്കുന്ന ഒരു വ്യക്തിയുടെയും മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായ ഒരു വേഷം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര കൊടൂരമായിട്ടുള്ള ഒരു വേഷം തന്നെയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയത്തിലൂടെ വന്ന് വലിയ വിജയമാക്കിയ സിനിമ. വിജയമല്ല ഇവിടെ നോക്കുന്നത്, ഇതേപോലെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേറെ ആർക്കും ഇന്നും കഴിഞ്ഞില്ല. ഇതിനകത്തിൽ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ അവാർഡുകളിൽ അദ്ദേഹത്തെ ചിലപ്പോൾ പരിഗണിച്ചെന്ന് വരില്ല, നാഷണൽ അവാർഡ് പോലെയുള്ളതൊന്നും അദ്ദേഹത്തിന് കൊടുത്തെന്ന് വരില്ല. പക്ഷേ ജനഹൃദയങ്ങളിൽ, എതിരാളികളുടെ മനസ്സിൽ അവർ കുതിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഇഷ്ടപ്പെട്ട താരവും ഇതേപോലെ ഒരു വേഷം ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ഇതിലും മികച്ചതാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്തു വരുമ്പോൾ അത് ഒന്നുമല്ലാതായി പോകുന്നു. അത് നമ്മൾ നിരന്തരം കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി എന്ന നടൻ ബാക്കിയുള്ള നടന്മാരെക്കാളും ഏറ്റവും ചെറുതായിരുന്ന നടൻ ഇന്ന് ബാക്കിയുള്ള നടന്മാരെക്കാളും ഏറ്റവും വലിയ നടനാകുന്നതും അതിലൂടെ തന്നെയാണ്. കാരണം അഭിനയം എന്നുള്ള ആ ഒരു മോഹം, അതിലൂടെ ഹാർഡ് വർക്ക് ചെയ്ത് എന്നും തേച്ച് മിനുക്കി അത് തിളങ്ങി നിൽക്കുന്നു. ബാക്കിയുള്ളവരുടെയൊക്കെ അഭിനയത്തിൽ ക്ലാവ് പിടിക്കുമ്പോൾ ഇദ്ദേഹത്തിൽ മാത്രം ക്ലാവ് പിടിക്കാതെ മുന്നോട്ട് പോകുന്നു. ഇതേപോലെയുള്ള സിനിമകളാണ് നമ്മൾ മമ്മൂക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്തമായ സിനിമകളുമായി അദ്ദേഹം വരും. അതിപ്പം 73-ാം വയസ്സിൽ ടർബോ ഇറങ്ങിയപ്പോൾ അങ്ങനെയൊക്കെ സിനിമ മമ്മൂട്ടി ചെയ്യണോ എന്ന് ചിന്തിച്ചിരുന്ന നമ്മൾ പോലും, അല്ലെങ്കിൽ ഒരുപാട് ഫാൻസ് ഇതൊക്കെ മമ്മൂട്ടി ചെയ്തിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചിരുന്നവർ, അയ്യോ ഇതും മമ്മൂക്ക ചെയ്ത് ഗംഭീരമാക്കിയല്ലോ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചു. അത് തന്നെയാണ് തീർച്ചയായും അവാർഡുകളേക്കാൾ ഉപരി, അവാർഡുകൾക്ക് മുകളിൽ നിൽക്കുന്ന പ്രകടനം എന്ന് തന്നെ പറയാം. എല്ലാ വർഷത്തെ പോലെ സ്ഥിരമായി ഈ വർഷവും ഒരു സൈഡിൽ മമ്മൂട്ടിയും മറു സൈഡിൽ മലയാള സിനിമയും അവാർഡിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാത്തിരിക്കാം. ഭ്രമയുഗത്തെ വെല്ലുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം ഇന്ത്യൻ സിനിമയിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാം. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനുമായി നമുക്ക് വരാം. എന്താണെങ്കിലും മലയാള സിനിമയിൽ ഈ ഒരു 24-ൽ ഇതേ വെല്ലുന്ന ഒരു സിനിമയും ഉണ്ടായില്ല. പലരുടെയും പേരുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ 80കളിലും 90കളിലും മമ്മൂട്ടിയും മോഹൻലാലും വെറുതെ അഭിനയിച്ച് തള്ളിയ സിനിമകളുടെ റേഞ്ച് പോലും ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു. പല സിനിമകളും എടുത്തു പറയുന്നുണ്ട് പലരും. എന്നിരുന്നാൽ പോലും അവരുടെ ഒന്നും പ്രകടനം ആ റേഞ്ചിൽ പോയിട്ട്, അതായത് അവരുടെ മികച്ച റേഞ്ചിൻ്റെ താഴെ നിൽക്കുന്ന റേഞ്ചുകൾ പോലും ഇല്ലാത്ത ചിത്രങ്ങളാണ് ഇന്ന് ഭ്രമയുഗവുമായിട്ടൊക്കെ കമ്പയർ ചെയ്തു വരുന്നത്. കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.